ഈ കാണുന്നതാണ് ജെറുസലേമിലെ ഹോളി സെപ്പൽക്കർ ചർച്ച്, അതായത് ഈശോയുടെ കല്ലറ പള്ളി. ഇത് ഈശോയുടെ മരണസമയത്ത് വിണ്ട് കീറിയതാണ് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് ഈശോയുടെ മരണസമയത്ത് വിണ്ട് കീറിയ ഒരു തൂണാണ് ഈ കാണുന്നത്. ഇത് ഈശോയെ മരണശേഷം കടത്തിയ കല്ലാണ്. അത് പിക്ചറൈസ് ചെയ്തിരിക്കുന്നതാണ്. അവിടെ നിന്ന് ഈശോയെ കല്ലറയിലേക്ക് മാറ്റുന്നതായ ഒരു ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈശോയുടെ കല്ലറ. ഇത് ഈശോയുടെ കല്ലറയുടെ പുറകുവശമാണ്. ഇവിടെ നമുക്ക് തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത് ഈശോയുടെ കല്ലറയുടെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന അരിമത്യക്കാരൻ ജോസഫിൻ്റെ കല്ലറയാണ്. ഇവിടെ അരിമത്യക്കാരൻ ജോസഫിൻ്റെ മാത്രമല്ല വേറെ 2 കല്ലറകൾ കൂടിയുണ്ട്. ഇത് ഈശോയെ സ്നാനപ്പെടുത്തുന്നതിൻ്റെതായ ഒരു ചിത്രമാണ്. ഇത് ഈശോയുടെ കല്ലറയുടെ തൊട്ട് മുമ്പിലായിട്ടുള്ള ഒരു ചാപ്പലാണ്. ഇത് ഈശോയുടെ കല്ലറയുടെ മുൻവശമാണ്. ഇത് ഈശോയെ ഒരു രാത്രി തടവിലിട്ടതിൻ്റെ ആ ഓരോർമ്മയ്ക്കായി ഇതേപോലെയാണ് തടവിലിട്ടത്. ഇത് ഈശോയെ ഈ ഒരു കല്ലിലിരുത്തിയാണ് ചമ്മട്ടി കൊണ്ട് അന്ന് അടിച്ചത്. ഇത് ഈശോയുടെ കുരിശ് ഹെലന രാജകുമാരി കണ്ടെത്തിയ സ്ഥലമാണ്. ഇതാണ് ഈശോയുടെ രക്തം വീണ പാറ. അതായത് ഈശോയെ കുരിശിലേറ്റിയപ്പോൾ അവിടുന്ന് ഈശോയുടെ ദേഹത്തു നിന്ന് വീണ തിരുരക്തമാണ് അവിടെ കാണുന്നത്. ഇത് ഹെലന രാജകുമാരിയുടെ ചാപ്പലാണ്. ഇത് നമ്മൾ ഗാഗുൽത്തായിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന വ്യാകുല മാതാവിൻ്റെ രൂപമാണ്. ഇതും ഈ പാറയും ഈശോയുടെ കുരിശുമരണ സമയത്ത് പിളർക്കപ്പെട്ട പാറയാണ്. ഇതാണ് ഈശോയുടെ കുരിശുമരണം നടന്ന സ്ഥലം.